പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സിറ്റിൽ എന്റെ വണ്ടി മോന്ത പിടിച്ചു. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസ 480 രൂപ. എന്ത് പറയാ, സൂര്യ ബെസ്റ്റ്. സൂര്യ കൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും. കങ്കുവല്ലേ എന്തുവാ, അതാണ് ചോദ്യം. പാർട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ പോലെ അനാഥാലയത്തിൽ കൊടുത്താൽ പിള്ളേർ രക്ഷപ്പെടും. വെൽക്കം ബാക്ക്. ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് ഡേ. ഒരു ഡൈഹാർഡ് ഫാൻ അവരുടെ ഫേവറേറ്റ് ആക്ടറിന്റെ കംബാക്ക് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ സിനിമാ പ്രേമികൾ മുഴുവനും ഒരു നടന്റെ കംബാക്ക് കാത്തിരിക്കണമെങ്കിൽ ഈസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, ഹിസ് നെയിം ഈസ് സൂര്യ. ഇന്ത്യൻ സിനിമ കാത്തിരുന്ന, തമിഴ് സിനിമ കാത്തിരുന്ന ഗ്രേറ്റസ്റ്റ് കംബാക്ക് സൂര്യാസ് കങ്കുവ. അപ്പോൾ കങ്കുവ കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ സിനിമകളുടെ യഥാർത്ഥ റിവ്യൂ ഏറ്റവും ആദ്യം പറയാനും നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ കങ്കുവ റിവ്യൂലേക്ക്. എന്തുവാ ഇത്, കങ്കുവാണോ എന്തുവാ, അതാണ് ചോദിക്കുന്നത്. എന്തുവാ ഇത്? 50 കോടി പടം സാർ. അത് പടമാക്കിയേ, പക്ഷെ ഇത് എന്തുവാ ഇത്? കങ്കുവല്ലേ എന്തുവാ, അതാണ് ചോദ്യം. ചോദ്യമൊന്നുമില്ല, ഒരു കമ്പാക്കും ഇല്ല ഇതിനകത്ത്. 4 മണിക്ക് വന്നതിന്റെ എഫക്റ്റ് ആണോ? 4 മണിക്ക് വന്നിട്ട് ഉറങ്ങണോ അതോ കാണണോ, രണ്ടും കിട്ടാൻ അഭിപ്രായമായിരുന്നു. തമിഴിന്റെ ബാഹുബലി എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. എന്ത് ബാഹുബലിയാണിത്? ഇതിലും ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത് എന്നാലേ പാളി ഇത് പറയാൻ പറ്റുള്ളൂ. കാട്ടവരാധ പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാധ പടം. ഇതുപോലൊരു മലം കണ്ട് ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാണല്ലോ, സൂര്യാന്തരം നട ഒഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല, കഥ കൊള്ളൂല, പദം പടം ഒന്നുമില്ല. പിന്നെ സൂര്യാന്തരം നടൻ മാത്രം അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ആർക്കെങ്കിലും ടിക്കറ്റ് മറിച്ച് വിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയാൽ സന്തോഷം. അറിയാതെ പോലെ ഈ പരിസരത്ത് വരുന്നത് കാട്ടവരാധന. എവിടെയാണ് പാളിപ്പോയത്? 2.5 വർഷം 300 കോടി എല്ലാം പോയി, വെള്ളത്തിലായി. 300 കോടി വെള്ളത്തിന് മാത്രമല്ല, നമ്മൾ ഉറക്കം വെള്ളത്തിലായി. അതുകൊണ്ട് ആരും പടത്തിന് കാണാൻ വരരുത് ദയവ് ചെയ്ത്. സൂര്യക്ക് വേണ്ടിട്ട് വേണേ ഒരു പ്രാവശ്യം എല്ലാവരും കണ്ട, അല്ലാതെ പടം കാണാൻ വരരുത്. എക്സ്പീരിയൻസ് ഉണ്ടോ? 3D ഉള്ളതുകൊണ്ട് അതിലെ VFXന്റെ കുറവുകൾ അറിയാതെ പോയെന്ന് കുറച്ച് വേണേ പറയാം. അതുപോലെ അവരാധ പടം അല്ലെങ്കിൽ ശിവയുടെ പടം എങ്ങനെയായിരിക്കും അറിയാമായിരുന്നു. പിന്നെ സൂര്യക്ക് വേണ്ടി വന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ അവരാധ പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല സത്യം. അപ്പം ആ മനുഷ്യനെ കൂടെ വരി ഇല്ലാതാക്കി. ഇനി ഇതിന്റെ പാർട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ പോലെ അനാഥാലയത്തിൽ കൊടുത്താൽ പിള്ളേർ രക്ഷപ്പെടും. ഓക്കെ, പോരാ നമുക്കൊരു ആവറേജ് പടം. ഫസ്റ്റ് ഹാഫൊക്കെ അയ്യോ ഉറങ്ങുമായിരുന്നു. എല്ലാവരും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആർക്കും ഒന്നും പറയാനില്ലാത്ത ഇന്റർവെൽ ആയപ്പം ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തലേ കൈ വെച്ചിരിക്കുവായിരുന്നു. ആൾക്കാരെ എന്തെങ്കിലും കാണാനുണ്ടോ? പൈസ പോയി 10 പൈസ കഴിയാം. അത്ര ഉറക്കം പോയി. ഉറക്കം ഞാൻ ഉറങ്ങിയത് ഉറങ്ങാൻ ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങി. സൂപ്പർ ഉറക്കം. 350 കോടിയുടെ ഒന്നും കാണാനില്ല. 250 കോടി കേരളത്തിൽ മാക്സിമം കൂടിപ്പോയ 1, 2, 3 ദിവസം അഭിപ്രായമാണ് ഇവിടുത്തെ കേസ്. അവിടെയൊക്കെ എങ്ങനെ? ഇവിടെ ഇപ്പം അല്ല, നമ്മൾ മാക്സിമം നല്ല പറയുക. അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ കൊടുത്തൊരു സൂര്യ കൊണ്ട് ഒരു രക്ഷയില്ല. സൂര്യ കിടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കഥ ശിവ പാസം വിട്ടൊരു പിടിയില്ല. അണ്ണാത്തെ ഇത് പോയിട്ടില്ല എന്ന് തോന്നുന്നു. കമ്പാക്ക് പക്ഷേ എന്ത് പറയാ, സൂര്യ ബെസ്റ്റ്. സൂര്യ കൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും. സൂര്യ കാണാൻ വേണ്ടി വരാം. അത്രേ ഉള്ളൂ. സൂര്യ കാണാൻ വേണ്ടി സൂര്യ ബെസ്റ്റ് ആണ്. അയ്യോ കൊള്ളൂല പടം. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് കൊള്ളൂല. ബെസ്റ്റ് പടം. എങ്ങനെയാണ് ഒരു മേക്കിംഗ് വൈസ് ഒരു ഫസ്റ്റ് ഹാഫേ ഉള്ളൂ. ഒന്നും ഇല്ല ബ്രോ, കൊള്ളൂല. എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ 2.5 വർഷം പുള്ളിയുടെ എടുത്ത എഫോർട്ട് അതിനൊക്കെ കാണാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല, സ്ഥിരം പാസവും ഏതോ അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഓക്കെ, ആ 2 ക്യാരക്ടർ വേൾഡ് ഡെവലപ്മെന്റ് ഇല്ല ഒന്നുമില്ല. 3D എക്സ്പീരിയൻസ്. 3D കൊള്ളാം, നല്ല 3D. കാരണം നമുക്ക് സൂര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇഷ്ടം നമുക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ പുള്ളി കംബാക്ക് എന്ന് പറയാനായിട്ട് അങ്ങനെയല്ല. പുള്ളി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്, നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തൊക്കെ നിൽക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഇപ്പം പുള്ളി കുറേ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ കുറേ ചെയ്യാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം അങ്ങോട്ട് വർക്കായില്ല. കാരണം കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ വരുന്നുണ്ട്. സിനിമയുടെ തുടങ്ങി കുറച്ചൊരു അരമണിക്കൂർ സത്യം പറഞ്ഞാൽ വെറുപ്പിക്കലിൻ്റെ ഒരു ഘോഷയാത്രയാണ്. നമ്മുടെ യോഗി ബാബു, പിന്നെ നമ്മുടെ റെഡിങ് എക്സ്ലി നിർത്തുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സിറ്റിൽ എന്റെ വണ്ടി മോന്ത പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. റെഡിങ് കിങ്സ്ലി അവൻ എന്താ ശരിക്കും പുള്ളിയുടെ എന്താണ് ഇനിയൊന്നും പറയാൻ വയ്യ. നിങ്ങൾ മൈൻഡ് ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് എന്നിട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഒരു എക്സ്പെക്ടേഷനും ഉണ്ടാവരുത്. അല്ലാതെ നിങ്ങൾ വന്ന് കാണുക,
കംബാക്ക് ആണോ? കംബാക്ക് അതെ 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 മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ മൂവീസിലേക്ക് കംബാക്ക് ആണ്. പക്ഷെ നല്ലതാണ്, നല്ലൊരു കേമിയുണ്ട്. അത് ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. നല്ല കട്ട്, നല്ല ഡയറക്ഷൻ, എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. വിജയ് ഫാനൊക്കെ തന്നെയാണ്, പക്ഷെ ഡീഗ്രേഡ് ചെയ്തു നല്ലൊരു പടത്തിന്. ഞാൻ വിജയ് ഫാനോ സൂര്യ ഫാനോ അങ്ങനെ ഒന്നും അല്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ ആയിരുന്നാലും വിജയ് ആയിരുന്നാലും കാർത്തി ആയിരുന്നാലും നമ്മുടെ വിജയ് സേതുപതി ആയിരുന്നാലും എല്ലാവരും ഒരേപോലെയാണ്. പടം എടുക്കുമ്പം അതിൻ്റെ രീതിയിൽ നോക്കി വേണം പടം എടുക്കാൻ, മനസ്സിലായില്ലേ? ஆனால் ടിക്കറ്റ് കിട്ടാതെ 480 രൂപ കൊടുത്താണ് ടിക്കറ്റ്. 480 എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസയാണ് 480 രൂപ. എനിക്ക് ആര് തരും? വീട്ടിൽ ചെലവിന് കൊടുത്തില്ല 250 രൂപ. അറിയാമോ? 350 കോടി പോയ പ്രൊഡ്യൂസർ 350 അവനാ. അതായത് പടം നമ്മൾ എൻ്റെ അടുത്ത് നിന്ന് പെണ്ണ് ഉറങ്ങണ്. അടുത്ത പടത്തിൽ കൂപ്പും വിളി ബ്രോ, കൂപ്പും വിളി. എന്നെ 460 വരെ പോയി. സൂര്യ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാവോ ടിക്കറ്റ് എടുത്താ? സൂര്യനെ ആദ്യം കാണിക്കുമ്പോഴത്തേക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല സെറ്റാണ്, നല്ല ബ്യൂട്ടിയാണ്. നമ്മളെ സൂര്യയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഹൈപ്പായിട്ട് അയണ പോലെ വരുന്ന നല്ലൊരു പടമായിട്ട് വന്നതാണ് ബ്രോ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും മോശമായി പോയി. കാര്യം ഈ ഫ്ലെക്സ് വെച്ചത് 2 ദിവസം മുമ്പേ നമ്മുടെ സൂര്യ ഫാൻസ് ഫ്ലെക്സ് ഞാൻ പയ്യന്മാരെ കണ്ടാണ് ഉറക്കമില്ലാതെ വെച്ചതാണ്. അതിനൊരു പ്രയോജനമില്ലാതെ ആ ശിവ അതാ പടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും അവസരമായപ്പോൾ അവനെ കണ്ണാടി വെച്ച മറ്റേ പോപ്പിൽ അവന് ഡയലോഗ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? സ്ട്രേഞ്ചർ തിങ്സിന്റെ തമിഴ് വർഷം ഒരു ഇന്ത്യൻ അപ്പോക്കലിപ്സ് ലുക്കൊക്കെ ആയിരുന്നല്ലോ. അല്ല 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 എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, ഒന്നും വന്നിട്ടില്ല. 350 കോടി മുടക്കിയതിന് എന്തെങ്കിലും കാണാനുണ്ടോ പടത്തില്? അത് എടുക്കാൻ നല്ലൊരാളുണ്ടായിരുന്നെങ്കിൽ 350 മുതലാണ്. ഓക്കെ, ഒട്ടും പോരാ. എന്തോ കണക്റ്റായില്ല, എന്താണെന്ന് അറിയത്തില്ല. ഒട്ടും കണക്റ്റായില്ല പടം. അപരാധം ലെവലായിരുന്നാണോ? അവരാധ ലെവലിൽ നിന്ന് തന്നെ പറയാം. ഒട്ടും കണക്റ്റായില്ല, ഒട്ടും പോരാ, തീരെ പോരാ. എവിടെയാണ് പാളിപ്പോയത്? മേക്കിംഗ് വൈസ് ആണോ? സ്റ്റോറി കുഴപ്പമില്ല എന്ന് തോന്നുന്നു. മേക്കിംഗ് വൈസാ എന്താ ചെയ്തു വെച്ചേക്കണെന്ന് ഒരു പിടിയുമില്ല. അത്രേ പറയാനുള്ളൂ. കുഴപ്പമില്ല, അല്ലാതെ നമുക്ക് അങ്ങനെ ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒന്ന് 1 ടൈം ഒന്ന് കണ്ടിരിക്കാം. ഫാൻസിനൊക്കെ വന്നാൽ ഇഷ്ടപ്പെടും. മൊത്തത്തിൽ കുഴപ്പമില്ല, അങ്ങനെ ഒരു അഭിപ്രായം. അതായത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, ഒരു 1 ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു പടം. എവിടെയാണ് മേക്കിംഗ് വൈസ് ആണോ പാളിപ്പോയി? സ്റ്റോറി ടോട്ടലി നമുക്കിതൊരു ഭയങ്കര സംഭവമാണെന്ന് പറയാനൊന്നുമില്ല. അതാണ് സ്റ്റോറി ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം ഓക്കെ, അങ്ങനെ ഒരു ഫീൽ. പിന്നെ സൂര്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടായില്ല. വിജയ് ഫാനാണോ ഇഷ്ടപ്പെടാൻ? വിജയ് ഫാൻ ഒന്നുമല്ല, ഞാൻ സൂര്യ ഫാനാ. പടം കൊള്ളൂല, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടായില്ല. ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്താ വന്നത്. അതിനകത്ത് കുറച്ച് ഐ ക്യാപ്ചറിങ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വന്നത് വലിയ വെർത്തായിട്ട് ഫീൽ ചെയ്തില്ല. 2 വർഷത്തെ പടമല്ല ബ്രോ, ആഗ്രഹിച്ചു വന്നു. പക്ഷെ ഇല്ല, പൊളിഞ്ഞു. ഉച്ചയ്ക്ക് പറയാൻ അവരാ കൊള്ളൂല. ഒരു വിജയ് ഫാനായിട്ടാണോ പറയുന്നത്? അല്ല, നമ്മളൊരു സിനിമാ പ്രേമിയാണ്, പക്ഷെ പടം ഒട്ടും കൊള്ളൂല. എന്താണ് കൊള്ളാത്ത കാരണം? എന്താണ്? ഒട്ടും കൊള്ളൂല. സൂര്യൻ കൊള്ളൂല, ശിവ വിഷ്വൽ ട്രീറ്റ് ആണ്. 3D വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, വിഷ്വൽ ട്രീറ്റ് ആണ്. വേറെ ഒന്നും അങ്ങനെ സ്ക്രിപ്റ്റ് കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഒന്നാമത്തെ കേസ്. ശിവയുടെ സ്ക്രിപ്റ്റ് അറിയാലോ, നോർമലി വീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് മാക്സിമം ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറ്റിയത്. പിന്നെ അവർക്കാണ് ഒരു ലിമിറ്റ് ഇല്ലേ. മാക്സിമം ഇവന്മാര് 3D ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം, ബാക്കിയെല്ലാം കൊള്ളാം. പക്ഷെ സ്ക്രിപ്റ്റ് ഇവന്മാർ ഭയങ്കര ഡൗൺ ആയി പോയി. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം, നമ്മൾ വിചാരിച്ച സാധനം ഇതല്ല. മറ്റേ നമ്മൾ വിചാരിച്ച മറ്റേ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും, പക്ഷെ അതേ അങ്ങ് ഡൗൺ ആയി പോയി മൊത്തത്തില്. അതാണ് പറ്റിയ വീക്ക് സ്ക്രിപ്റ്റ് ആണ്. ഒരു ബ്രഹ്മാണ്ഡ മേക്കിംഗ് വൈസ് ഒരു വലിയ മേക്കിംഗ് വൈസ് ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ അവർ ഉദ്ദേശിച്ച സാധനം കണക്ട് ആയിട്ടില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം സ്ക്രിപ്റ്റ് തന്നെയാണ്. അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് കൊള്ളാം, പിന്നെ ഒരു ക്യാമിയോയും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതും അത്യാവശ്യം മികച്ചിരിക്കുന്നുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം അതാണ് പറ്റിപ്പോയത്. ഓക്കെ, അപ്പൊ ഒരു കംബാക്ക് കൊടുക്കുന്ന പടമല്ല. കംബാക്ക് അല്ല, ഇത് കേറോ തോന്നില്ല ബ്രോ. മാക്സിമം ഞാനൊരു സൂര്യ ഫാനാണ്, ഞാൻ മാക്സിമം നല്ല പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ ശിവയുടെ സ്ക്രിപ്റ്റ് ശിവ വിശ്വസിക്കില്ല, അതാണ് പറ്റിപ്പോയത്. ഇനി അടുത്ത സൂര്യയുടെ മറ്റേ കാർത്തിക് സൂര്യാന്റെ പടം തന്നെ നമുക്ക് രക്ഷയുള്ളൂ. കംബാക്ക് ഇല്ല. കംബാക്ക് എനിക്ക് തോന്നണില്ല.